ഇതിനൊരു ഏകോപിതമായ മുന്നേറ്റം സൃഷ്ടിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ രോഗികളായവർക്ക് പരിചരണം ആവശ്യമുണ്ട്. വയോജനങ്ങളായ ഒരു കൂട്ടം ആളുകൾക്കും പ്രത്യേക രോഗമില്ലെങ്കിലും പരിചരണം ആവശ്യമായിട്ടുള്ള ചിലരുണ്ട്. ഭിന്നശേഷിക്കാർ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന, എന്നാൽ APL BPL വ്യത്യാസമില്ലാതെ ഉള്ളൊരു പരിചരണമാണ് ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന നേതൃത്വത്തിലാണ് നടക്കുക. ആരോഗ്യ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും എല്ലാം അതിൻ്റെ ഭാഗമായി മാറും. നാട്ടിൽ പ്രവർത്തിക്കുന്ന വിവിധ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. അവരെയെല്ലാം ഇതിൻ്റെ ഭാഗമായി ഏകോപിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാവരും കൂടി അണിനിരന്ന് നടപ്പാക്കുന്നൊരു പരിപാടിയായിട്ടാണ് മാറുക. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് 2025 നവംബർ 1 നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാക്കുക എന്നുള്ളത്. ഇപ്പോൾ 2 വർഷം പിന്നിട്ടു, 3ാമത്തെ വർഷമാണ്. അത് ഈ പ്രവർത്തനം ഫലപ്രദമായി സംഘടിപ്പിക്കാനുള്ളതാണ് മറ്റൊന്നാലോചിച്ചത്. ഈ 3 വിഷയങ്ങളിലും വിപുലമായ ജനകീയ മുന്നേറ്റം സാധ്യമാകേണ്ടതുണ്ട്. അതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക യോഗം ചേർന്നതും ചർച്ച ചെയ്തതും. നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത കാലത്തുണ്ടായ വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതൊരു ഖേദകരമായ നീക്കമാണ്. വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതായി കാണുന്നത്. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതിലുള്ള നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ദുരന്തം സംഭവിച്ച് ജൂലൈ 30 പുലർച്ചെയാണ്. മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം, കുഞ്ഞോ ഇവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത്. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത്. അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങളുള്ളിൽ തന്നെ കേന്ദ്ര സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെൻറ്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ച് പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻപ് അദ്ദേഹം ശ്രമിച്ചു. കേന്ദ്രം ഉരുൾപൊട്ടലിനെ പറ്റി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ട് കേരളം എന്താണ് ചെയ്തത്? ഈ ചോദ്യമാണ് അദ്ദേഹം നേരത്തെ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്. അങ്ങനെയൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ തന്നെ തെളിവ് സഹിതം വ്യക്തമാക്കപ്പെട്ടു. അന്നത്തേതിൻ്റെ ആവർത്തനമായി വേണം ഈ കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിലെ പ്രസ്താവനയെയും കാണാൻ. ആഗസ്റ്റ് 10 പ്രധാനമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. കേന്ദ്ര സംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു. ഒട്ടും വൈകാതെ ആഗസ്റ്റ് 17 ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ NDRF
മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം തിരിച്ച് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിവേദനം നൽകി. പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളടക്കം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത്.